ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് കോളിഫ്ലവർ കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന രുചികരമായ ഒരു ഡ്രൈ റെസിപ്പിയാണ്. ഇത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ അല്ലാതെ വെറുതെ കഴിക്കാനും നല്ലതാണ്. അധികം ഓയിൽ ഉപയോഗിക്കാതെയാണ് ഈ ഫ്രൈ തയ്യാറാക്കുന്നത്. ഇതിനു വേണ്ടി ഞാൻ ഇടത്തരത്തിലുള്ളൊരു കോളിഫ്ലവറാണ് എടുത്തിരിക്കുന്നത്. അടർത്തി അത് മഞ്ഞളിട്ട ചൂടുവെള്ളത്തിൽ 5 മിനിറ്റ് ഇട്ട് കഴുകി ഡ്രെയിൻ ചെയ്യുക. അതിനുശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് പാൻ ചൂടാകുമ്പോൾ 2 സ്പൂൺ ഓയിൽ ഒഴിക്കുക. അതിലേക്ക് 1 സ്പൂൺ ചെറിയ ജീരകം ഇടുക. ജീരകം കരിയാതെ സൂക്ഷിക്കണം. കുറച്ച് കഴിഞ്ഞ് 4-5 വെളുത്തുള്ളി ചതച്ചത് ഇടുക. പച്ചമണം മാറുമ്പോൾ ഒരു സബോള അരിഞ്ഞതും കൂടി ഇട്ട് വഴറ്റുക. സബോളയും വെളുത്തുള്ളിയും കുറച്ച് വഴന്നതിന് ശേഷം 1 സ്പൂൺ മുളക് പൊടിയും 1/4 സ്പൂൺ മഞ്ഞൾ പൊടിയും ഇട്ടിളക്കുക. അതിനുശേഷം അതിലേക്ക് കോളിഫ്ലവറും ഉപ്പും ഇട്ട് നന്നായി ഇളക്കുക. ഇവിടെ ഞാൻ ഉപയോഗിച്ച കോളിഫ്ലവറിൽ വാട്ടർ കണ്ടൻറ്റ് നന്നായിട്ടുള്ളതിനാൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല. നിങ്ങൾ ഉപയോഗിക്കുന്ന കോളിഫ്ലവർ നോക്കി വെള്ളം ആവശ്യമെങ്കിൽ 2 സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. ഇളക്കിയ കോളിഫ്ലവർ 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. വെന്ത കോളിഫ്ലവർ നന്നായി ഇളക്കി അതിലേക്ക് 1/2 സ്പൂൺ ഗരം മസാലയും 1/2 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് വീണ്ടും 3 മിനിറ്റ് ഇളക്കുക. ഗരം മസാലയും കുരുമുളക് പൊടി ഇങ്ങനെ ഇട്ടാൽ നല്ല മണവും സ്വാദും കൂടും. കുറച്ച് കഴിഞ്ഞിട്ട് അതിനകത്ത് മല്ലിയില വിതറുക. ഇവിടെ എളുപ്പത്തിലും ടേസ്റ്റിയുമായിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ തയ്യാറായി കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. അടുത്ത ഒരു ഈസി റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.